കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശ്വര പ്രിയമുള്ളവരെ, ദുരനുഭവങ്ങൾക്ക് കുറെ കഴിയുമ്പോൾ ഒരു വലിയ നന്മ ഉണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന വലിയൊരു സംഭവമാണ് ജോസഫ്. ഉൽപ്പത്തി പുസ്തകത്തിലെ ജോസഫിൻ്റെ ജീവിതത്തിൽ ദുഷ്ടമായിട്ടുള്ള ദുരനുഭവങ്ങളുടെ ഒരു പുറപ്പാട് തന്നെയാണ്. ഇഷ്ടം പോലെ ദുരനുഭവങ്ങൾ. നന്നായി ജീവിച്ചവന് കിട്ടിയ സമ്മാനം അവനെ കൊല്ലാനുള്ള തീരുമാനം സഹോദരങ്ങൾ വെറുക്കുകയാണ്. അവനെ പൊട്ടക്കിണറ്റിൽ തട്ടിയിടുന്നു, കച്ചവടക്കാർക്ക് വിൽക്കുന്നു, അടിമയായി ജീവിക്കേണ്ട ദുരവസ്ഥ. അവിടെയും വിധി അവന് വിപരീതമാണ്. തെറ്റിദ്ധരിക്കപ്പെടുന്നു, ചെയ്യാത്ത കുറ്റത്തിന് തടങ്കലിൽ ശിക്ഷിക്കപ്പെടുന്നു. ഇപ്രകാരം ശിക്ഷിക്കപ്പെട്ട ഈ ജോസഫ് ആ ദേശത്തിൻ്റെ ഭരണാധികാരിയായി മാറുമ്പോൾ ഈ ജോസഫ് തൻ്റെ സഹോദരനോട് പറയുന്ന ഒരു വാക്യമാണ് 45-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം. നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട, കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചത്. ചിലപ്പോൾ നമ്മുടെ കഷ്ടാനുഭവങ്ങൾ ഒരുപാട് പേരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടായാൽ, നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ചില ത്യാഗങ്ങളും സഹനങ്ങളൊക്കെ ഒരുപാട് മനുഷ്യരുടെ വിലയേറിയ ജീവന് വേണ്ടിയാണെന്ന് ഒരു ബോധ്യം ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ ഒരു നന്മയായി പിൽക്കാലത്ത് വരുമെന്ന് ഉറപ്പായും വിശ്വസിക്കാം. കർത്താവ് നന്മയ്ക്കാണ് ഈ അനുഭവങ്ങൾ നൽകുന്നത്. പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ ദുരനുഭവങ്ങളെയും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ കരം എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നന്മ കാണുവാൻ ഒരു വലിയ ഉൾക്കണ്ണ് എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പുഞ്ചിരിയിൽ മറയുമെൻ ദുഃഖമെല്ലാം, ഒരു നറുമൊഴിയിൽ തീരുമെൻ വ്യഥകളെല്ലാം. സങ്കടമാമോഹങ്ങൾ ഉള്ളിലൊതുക്കി നിൻ സന്നിധിയണയുന്നു ഞാൻ. സങ്കടമാമോഹങ്ങൾ ഉള്ളിലൊതുക്കി നിൻ സന്നിധിയണയുന്നു ഞാൻ. യേശുവേ, നീ മാത്രമാണേക ആശ്രയം. യേശുവേ, നീ മാത്രമാണെൻ്റെ ആലംബം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.